പൊന്നാനി കടൽ തീരത്ത് കടലാമ സംരക്ഷണ പദ്ധതി പുരോഗമിക്കുന്നു. ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കടലാമ സംരക്ഷണ പദ്ധതി നടപ്പാക്കുന്നത്. ആവാസ വ്യവസ്ഥയിലുണ്ടാകുന്ന പ്രതികൂലാവസ്ഥകളിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് കടലാമകൾക്ക് പൊന്നാനിയിൽ സംരക്ഷണമേകുന്നത്. ജൈവവൈവിധ്യ സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി കടലാമകളുടെ മുട്ടകൾ കണ്ടെടുത്ത് സുരക്ഷിതമായി സംരക്ഷിക്കുകയും പ്രത്യേക സുരക്ഷാ കൂടൊരുക്കി വിരിയിച്ചെടുക്കുന്ന കടലാമ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കടലിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി 17 മുട്ടകൾ കണ്ടെടുത്തു. കടലാമകളുടെ പ്രജനന കാലമായ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ പൊന്നാനി കടൽ തീരത്തെത്തുന്ന കടലാമകളെ നിരീക്ഷിക്കുന്നതിനും മുട്ടകൾ ശേഖരിക്കുന്നതിനുമായി സന്നദ്ധ വളണ്ടിയർമാർ, വാച്ചർമാർ എന്നിവരെ നിയോഗിച്ചിട്ടുണ്ട്. പൊന്നാനി അഴിമുഖത്തുള്ള കടൽ തീരത്ത് സുരക്ഷാ കൂടൊരുക്കി മുട്ടകൾ വിരിയുന്നതുവരെ സംരക്ഷിക്കും. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ കടലാമകൾ ഒരുപക്ഷെ നമുക്കറിയാം നല്ല റെഡ് റിഡ്ലി ടർട്ടിൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വളരെ കൂടുതൽ മുട്ടകളിടുന്ന ഏതാണ്ട് 300-350-400ഓളം മുട്ടകളിടുന്ന ഇപ്പോൾ എന്നാൽ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന വർഗത്തിൽപ്പെട്ടിട്ടുള്ള നമ്മുടെ കടലാമകൾ പൊന്നാനി പോലുള്ള തീരങ്ങളിൽ ഈ മുട്ടയിടുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോൾ. പലപ്പോഴും ദൗർഭാഗ്യവശാൽ ഇത്തരം മുട്ടയിട്ട് കടലിലേക്ക് പോകുന്ന കടലാമകൾ ഇറങ്ങിയതിന് ശേഷം അവിടെ എത്തുന്ന ചിലപ്പോൾ മുട്ടയിടുന്ന സമയത്ത് പോലും നമ്മുടെ ഈ കടപ്പുറത്ത് ക്ഷുദ്രജീവികൾ എന്ന് നമ്മൾ വിളിക്കാവുന്ന തരത്തിലുള്ള നായ്ക്കൾ, തെരുവ് നായ്ക്കളും അതോടൊപ്പം തന്നെ കുറുക്കന്മാരും ഈ മുട്ട കട്ടെടുക്കാൻ മീൻസ് ആ സമയത്ത് തന്നെ അവ ഭക്ഷിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ദുസ്ഥിതി ഇവിടെയുണ്ട്. ഉദ്ദേശിച്ച രീതിയിൽ കടലാമ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ കടലിലേക്ക് പോകാത്ത സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് പൊന്നാനി തീരത്തെ ഈ സീസണിൽ മുട്ട ഇടാൻ വരുന്ന കടലാമകൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകുകയും അവയുടെ മുട്ട കണ്ടെടുത്ത് ഇവിടെ കുഴിച്ചു മൂടി അവ വിരിയിച്ചെടുക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ശരിക്ക് നഗരസഭ ലക്ഷ്യമിടുന്നത്. നമ്മൾ കടലാമ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുട്ട ഇടുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ലാണ് വന്യജീവികൾ കിട്ടുക. ആ സമയത്ത് കുറുക്കനായാലും നായായാലും ഓടി വന്ന് ആ മുട്ട ഭക്ഷിക്കാൻ വേണ്ടി അത് മാന്തിയെടുത്ത് അവരത് ഭക്ഷിക്കും. ആ ഭക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ഷെഡ് കെട്ടിയിട്ട് നമ്മളത് എടുത്ത് ഒരു 41 ദിവസം സംരക്ഷിച്ച് 41 ദിവസം അത് വിരിഞ്ഞ് വരുമ്പോൾ അതിന് വൈകുന്നേര സമയത്ത് കടലിലേക്ക് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഷെഡ് കെട്ടിയിട്ടുള്ളത്. നഗരസഭയോടൊപ്പം സോഷ്യൽ ഫോറസ്ട്രി, കോസ്റ്റൽ പോലീസ്, ജൈവവൈവിധ്യ ബോർഡ് എന്നീ വകുപ്പുകളും ജന്തുശാസ്ത്ര, പരിസ്ഥിതി പഠന വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും പൊതുജനങ്ങളും സംയുക്തമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. PGTV ന്യൂസ് പൊന്നാനി. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ, തിരൂർ.